വെച്ചിട്ട് പോവാൻ നോക്ക്. രമേശ് വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. ഈ മുട്ടക്കണ്ണനെ വീട്ടിൽ കയറ്റരുത്. നീ ഇല്ലാത്തപ്പോ നിന്റെ വീട് ബാറാക്കുന്നുണ്ടെന്ന് ഞാൻ പറയൂടാ. ഇനി മേലെ നീ ഈ വീട്ടിൽ കയറി പോരുത്. ഇനി അടുത്ത ആരാണാവോ? അയ്യോ, ഇതല്ല നീ കാരണം ഇവളെ വിളിക്കണം. ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞോണ്ടിരിക്കുക. ലഞ്ചിന് പോവാന്ന് പറഞ്ഞിട്ട് ഫുൾ ഫിറ്റ് ആക്കി വിടുന്നത് നീയാ. ചാരക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞത് നീയാണ്. ഒച്ച വെക്കാതടാ. ഭാര്യന്റെ കൂടെ ഇരിക്കുന്ന വയസ്സ ശവത്തിനോട് കിടക്കാണ് ഞാൻ. നീ എന്നെയാണോടാ പറയുന്നത്? ഞാൻ പോവാടാ. നിക്കടാ, പോലെ നിക്ക്. എന്നെ ഒന്ന് ആലോചിക്കാൻ സമ്മതിക്ക്. ആ ചരക്ക് എവിടെ? ചരക്കോ? ആ ബോഡി എവിടാ? ചരക്ക് ഫ്രിഡ്ജ്. നീ അല്ലേ വെക്കാൻ പറഞ്ഞ? ആ ശരി, വാ. ആദ്യം നമുക്ക് ഫ്രിഡ്ജ് താഴേക്കെടുക്കാം. താഴെ ഒരു വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശവം ചരക്കോ? ആദ്യം നമുക്ക് ഫ്രിഡ്ജ് എടുക്കടാ. അതൊക്കെ ശരി, ശവത്തിന് എന്ത് ചെയ്യും? അതിപ്പോ ഫ്രിഡ്ജിനകത്തല്ലേ ഇരിക്കുന്നത്. രണ്ടും ഒരുമിച്ചിറക്കടാ. പിടിക്കടാ. ഓ, എന്താ ഫ്രണ്ടും ഫ്രിഡ്ജും ഒരുമിച്ചാണല്ലോ വരുന്നത്? ഫ്രിഡ്ജ് റിപ്പയർ. ഇല്ല, ഇന്നലെ ഞാൻ വെള്ളം കുടിച്ചപ്പോ നല്ല തണുപ്പായി. അതുകൊണ്ടാ കഥക് നേരെ അടയ്ക്കാത്തോണ്ട് റിപ്പയർ ആയിരിക്കും. അയ്യോ, ഞാൻ ശരിക്കും അടച്ചതാ. ഇത് എന്തോ വോൾട്ടേജ് പ്രോബ്ലം. ഇന്നലെ ലിഫ്റ്റ് റിപ്പയർ ആയതുപോലെ ഇതും റിപ്പയർ ആയി. അതിന് മെക്കാനിക്കിനെ വീട്ടിലേക്ക് വിളിച്ചാ പോരെ? മെക്കാനിക്കാണ് വീട്ടിൽ വരാൻ പറഞ്ഞത്. ഫ്രിഡ്ജ് എങ്ങോട്ടേ കൊണ്ടുപോന്നെ? 4 പാക്കറ്റ് പാല് രമേശ് അകത്തിരിപ്പുണ്ട്. ഒന്നിന് ചായ ഇട്ട് കുടിച്ച് 3 ചീത്തയായി പോയി. ചീത്തയായി പോയോ? അതാണോ പാല് ചീഞ്ഞ നാറ്റം വരുന്നേ? പാലിന്റെ അല്ല, ശവത്തിന്റെ. എന്താ? ഞാൻ വേറെ മേടിച്ചു തരാം ചേച്ചി. പ്ലീസ് ചേച്ചി, ഞാൻ തരാം ചേച്ചി. നീ നല്ലവനാ, നീ തരുന്നില്ല. ഒരു പാൽ പാക്കറ്റിന് വേണ്ടി ഞങ്ങൾ കൊന്നുകളി തോന്നല്ലോ. ചേച്ചി പോ ചേച്ചി, ഞാൻ കഴിഞ്ഞോ? എന്നാ പോവാം. ഞാൻ പറഞ്ഞു വിളിച്ചേ. എന്നെ ഫോളോ ചെയ്യണോ? എങ്ങോട്ടാ പോണ്ടേ? ആ വണ്ടി ഫോളോ ചെയ്യ. നല്ലോണം ഓടിക്കുന്നുണ്ടല്ലോ. താങ്ക്സ്. ഇതിനു മുമ്പ് എന്താ ജോലി? ഡെഡ് ബോഡി വണ്ടി ഓടിക്കരുത്. ഇപ്പോഴല്ല, ഇതിന് മുമ്പ്. മുമ്പാണ് സാറേ. ഇപ്പൊ ഈ വണ്ടി ഓടിക്ക. അതില് ഫ്രീസർ ബോക്സ്, ഇതില് ഫ്രിഡ്ജ്. രണ്ടിലും ബോഡി ഒന്ന് തന്നെയാ. എന്താ? അല്ലല്ല, ഐ മീൻ വണ്ടിയുടെ ബോഡിയാണ് വേറെ വേറെ, എഞ്ചിനൊക്കെ ഒന്ന് തന്നെയാണെന്ന് പറയായിരുന്നു.